ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളിൽ വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട്. ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ വർഗീയതയും വിദ്വേഷവും ഇത്രമേൽ ആളിക്കത്തിയാൽ ഈ നാട് ഏത് ദിശയിൽ സഞ്ചരിക്കും? എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എങ്ങനെ തടയാനാവും? ഇതെവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത്തരം വലിയ ചിന്തകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായി അവരുടെ ലോകത്ത് സമാധാനപൂർണ്ണമായി നല്ല തുള്ളിക്കളിക്കുന്ന മറ്റ് ചില ആളുകളുണ്ട്. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അവരെങ്ങാണ്ടുള്ള ഒരു കാലത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ജീവിച്ചു പോരുകയാണ്. അത്തരത്തിലുള്ള ചിലരാണ് ഇപ്പോൾ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി പൊക്കിക്കൊണ്ടിറങ്ങിയിരിക്കുന്നത്. വേറൊരു കാര്യവുമില്ല. ഒരു വശത്ത് ഹിന്ദുത്വ റിപ്പബ്ലിക് എന്നും പറഞ്ഞ് ഒരു സംഗതി ഉണ്ടാക്കി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കൂട്ടത്തെ ഓടിച്ചിട്ട് അടിച്ചു കൊല്ലുന്നു. പിന്നെ ദേവാലയങ്ങളിലെ അന്തരീക്ഷം ആകെ നാശമായി. നാട്ടിൽ മുഴുവൻ പൊളിപ്പ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ. ഒരു മതത്തിൽപ്പെട്ടവരെ, അവരുടെ ദേവാലയങ്ങളെ, അവരെ ആഘോഷങ്ങളെ ഓടിച്ചിട്ടടിക്കുന്നു. പാസ്റ്റർമാരെ കൊണ്ട് ചാണകം തീറ്റിക്കുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സംഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി നമ്മുടെ ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബും, പിന്നെ അതിനെ ഭാഗികമായി പിന്തുണച്ചുകൊണ്ടും എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കാനേ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ വഹാബ് സക്കാഫിയും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പണ്ടൊരു പ്രവാചകൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നേരും നെറിയുമൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണത്തെക്കുറിച്ച് റളിയല്ലാഹു അൻഹു ധാരാളം പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും ഉമറിൻ്റെ ഭരണമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയി. ഇനി ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളുടെ എല്ലാം കൂടി ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വന്നാലുള്ള സ്ഥിതി എന്താവും? ഇപ്പോൾ ഉദാഹരണത്തിന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ മറ്റിതര സഹോദര സമുദായങ്ങൾക്ക് മഴ കിട്ടിയാലും കൂടുള്ള ആളുകൾക്ക് മഴ കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മഴമന്ത്രിയും, പിന്നെ സ്വന്തം റിപ്പബ്ലിക്ക് വന്നു കഴിഞ്ഞാൽ ആ റിപ്പബ്ലിക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനം അവിടുത്തെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ അവർ സമരം ചെയ്യാനോ വല്ലതും ഇറങ്ങിയാൽ അവരെ കഠിനമായി ശിക്ഷിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന റിപ്പബ്ലിക്ക്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ദേവാലയം ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലേക്ക് മറ്റൊരു വിഭാഗത്തിൻ്റെ ദേവാലയം കൊണ്ട് സ്ഥാപിക്കുന്ന വേറെ കുറേ സംഘടനകൾ, ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി നിറഞ്ഞാടുന്ന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റത്തില്ല. അത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയേ ഇല്ല. നമ്മളിലെ പണ്ട് രാമരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും വളരെ സമ്പൽ സമൃദ്ധമായി ജീവിച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം മനോഹരമായ രാജ്യമായിരുന്നു. ആ രാമരാജ്യമാണ് ഈ സ്ഥാപിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ഇപ്പോൾ കുറേ അവന്മാർ രാമരാജ്യം സ്ഥാപിച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വന്നാലുള്ള സ്ഥിതി എന്താ? ഒരു മുസ്ലിം സംഘടന ഒഴികെയുള്ള ബാക്കി ഒരൊറ്റ മുസ്ലിം സംഘടനകൾക്കും പൗരത്വം പോലും കാണത്തില്ല. അവർക്കാർക്കും ചിലപ്പോൾ പള്ളി കെട്ടാനൊക്കത്തില്ല. അവരെയൊക്കെ തറയിൽ തൊടാതെ കൈകാര്യം ചെയ്ത് കളയും. ഈ പറഞ്ഞ സംവിധാനത്തെക്കാളൊക്കെ ഏറ്റവും നല്ലതും ഞങ്ങൾക്കിഷ്ടവും ഈ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായ ഒരു ഭരണഘടനയുള്ള ഈ ഇന്ത്യ മഹാരാജ്യമാണ്. ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. എന്നാലും അത് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തോടും ഈ രാജ്യത്തിലെ വ്യത്യസ്തരായ ഭരണാധികാരികളെക്കാളും അത്ര മേന്മയും മെച്ചമൊന്നും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വന്ന് നിങ്ങളെല്ലാവരും ഭരിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കും കൊണ്ടിറങ്ങി ഈ യാതൊരു വിഷയവുമില്ലാതിരിക്കുന്ന സമൂഹത്തിൽ ഒരാവശ്യവുമില്ലാതെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചും സംഘടനകൾ ഉണ്ടാക്കി കളിച്ചുകൊണ്ടും ഇരിക്കുന്ന നിങ്ങൾക്കിടയിൽ ഇനിയൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അതുകൊണ്ട് ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിന് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോ ചെറുമക്കളോ ആരെങ്കിലുമൊക്കെ ഒരു മുറിയിലെ ഭിത്തിയിൽ കുറേ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്നെല്ലാം എഴുതി വെച്ച് അദ്ദേഹത്തെ അവിടെ ഇരുത്തി അത് കാണിക്കുക. അല്ലാതെ പൊതുസമൂഹത്തിലിറങ്ങി ഇനി ഇത്തരം ചർച്ചകളും കൊണ്ട് ഈ വഴിക്ക് വന്ന്, നമ്മൾ സാധാരണ പണ്ടുള്ളവർ പറയുമല്ലോ, ഉള്ള കഞ്ഞിയിൽ മണ്ണ് വാരി ഇടരുത് എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരൂടെ സമാധാനമായി ഒന്ന് ജീവിച്ചോട്ടെ. അതുകൊണ്ട് കുറച്ച് പേരുടെ രാമരാജ്യം അനുഭവിച്ച് കൊതി തീർന്നു.
ഇനി മറ്റു കുറച്ച് പേരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് കൂടെ വരാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ.